നിർത്ത്. മോനെ, ഞാൻ വീട്ടിലോട്ട് വരികയായിരുന്നു. ഇത്രയൊക്കെ ആയിട്ടും നിന്റെ തെറ്റിദ്ധാരണ മാറിയില്ലല്ലോ മോനെ. അച്ഛൻ വീട്ടിലേക്ക് വയ്ക്കൂ. അവൻ എന്നിൽ നിന്നും എത്രയോ അകന്നിരിക്കുന്നു. അച്ഛൻ 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 എന്താ അതിന്റെ അർത്ഥം? എനിക്കൊന്നും കേൾക്കണ്ട. കൂടെ കൂടെ നിങ്ങളിങ്ങനെ വന്ന് എന്നെ ശല്യപ്പെടുത്താറുണ്ടാ മതി. അന്നത്തെ സംഭവം കഴിഞ്ഞ പിന്നെ രഘുവിന്റെ ഒരു വിവരമില്ല. അവൻ എവിടെ പോവാന്? അവൻ അങ്ങനെ ഭയമുള്ളവനൊന്നല്ലല്ലോ. ആ മനുഷ്യനല്ലേ, ജീവനിൽ ഭയം ഉണ്ടാവില്ലേ? ഏതായാലും എന്റെ വലത് കൈ പോയി. വണ്ടി വർക്ക്ഷോപ്പില് പോയി നോക്കണം. രാഘവ, നാളെ അമ്മ വരും. നീയും കൂടെ വരണോ റാണിയുടെ വീട്ടിലേക്ക്? എല്ലാം രഘു ഏറ്റിരുന്നതാ. ഇനി എനിക്ക് നീയുള്ളൂ. നിനക്കെന്താ ഇത്ര തിരക്ക്? രാഘവന് എന്റെ വേദന മനസ്സിലാവില്ല. എത്ര കാലം എങ്ങനെ പാത്തും പതിക്കും നടക്കുന്നത്? അത് ശരിയാ, വലിയ കഷ്ടപ്പാടാ. ആളെ കളിയാക്കാതെ. ആ പിന്നെ ചേട്ടനോട് കളിയ തീർച്ചയായി. ആ പിന്നെ നാളത്തെ കാര്യം മറക്കരുതേ. ഞാൻ ഏറ്റവും ആ കേട്ടോ, മറ്റു കാര്യം ഞാൻ ഏറ്റു. ആ പിന്നെ ഒരു പ്രധാന കാര്യം പറയാൻ മറന്നുപോയി. എന്റെ കല്യാണം കഴിഞ്ഞാൽ ഉടനെ നീയും കല്യാണം കഴിക്കണം. ആലോചിക്കാം. നിനക്കെന്താ എന്റെ കയ്യിലാണ് ഇത്ര താല്പര്യം? അത് എന്റെയും കൂടി ഒരു ആവശ്യമാണെന്ന് തൽക്കാലം നീ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഒരു സ്കൂൾ പഠിച്ചില്ലടാ. മോള് വിഷമിക്കരുത്. റാണിക്ക് ഒരു ആലോചന വന്നപ്പോൾ നമ്മൾ ഒഴിഞ്ഞു മാറിയാൽ എന്നാ നമുക്കിത് വേണ്ടെന്ന് വെക്കാം മോളെ. വേണ്ടെന്നേ, റാണിയുടെ കല്യാണം ഉടനെ നടക്കണം. അപ്പോഴേട്ടൻ നല്ലവനാണ്, അവൾക്ക് ഇഷ്ടവുമാണ്. എനിക്ക് കല്യാണം വേണ്ടമേ. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു മതി ചേച്ചി. അല്ല റാണി, നല്ലൊരു കാര്യം വരുമ്പോ നമ്മളത് ഉപേക്ഷിക്കരുത്, തടയരുത്, നീട്ടുകയരുത്. ചായ എന്താടാ, സ്പെഷ്യൽ ചായ ആണോ? അല്ല, സാറിന് എങ്ങനെ മനസ്സിലായി? ആണ് സാറിന്. ഇന്ന് നിനക്ക് എപ്പോഴാ ഡ്യൂട്ടി? അതെന്താ സാറേ അങ്ങനെ ചോദിക്കുന്നത്? അല്ല, അതറിഞ്ഞാ പിന്നെ ഞാൻ എവിടേക്ക് വരണ്ടല്ലോ. അല്ല സാറേ, ഈ ഉത്സവത്തിന് ഒത്തിരി ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ നല്ല ബഹളമായിരിക്കല്ലേ? ഞാൻ പറഞ്ഞില്ല, അല്ലേലും അവിടെ വലിയ വെടിയും ആനയും ആനപ്പിണ്ടവും. ഏയ് ഞാൻ പറഞ്ഞില്ല. രമേശ്, ഞാനിവിടെ വന്നിട്ട് 2 ദിവസമായി. നിന്നെ ഒന്ന് ചൊവ്വ നേരെ കാണാനോ സംസാരിക്കാനോ കഴിയുന്നില്ല. ഇന്ന് ഇവിടുത്തെ അമ്പലത്തിൽ ഉത്സവമാണ്. എനിക്കല്പം തിരക്കുണ്ട്. അപ്പൊ ഇതിനു വേണ്ടിയാണ് നീ ഇടയ്ക്കിടയ്ക്ക് നൈറ്റ് ഡ്യൂട്ടിയെ കുറിച്ച് അന്വേഷിച്ചിട്ടിരുന്നത് അല്ലേ? സാർ അല്ല സാർ, അച്ഛൻ വീട്ടില് നൈറ്റ് ഡ്യൂട്ടി. പിന്നെ ഞാനിവിടെ മണപ്പള്ളിക്കാവിലെ വേല. വീട്ടിൽ പോടാ. മേലാൽ ഇതുപോലെ അങ്ങനെ കാണിച്ചോണ്ടല്ലോ. അപ്പൊ ഒരു ഉത്സവം കാണാൻ പോലും സാറ് സമ്മതിക്കത്തില്ല.
ഗൗരിയമ്മ ഇവിടെ? ഞാൻ ഇവിടെ സർ താമസിക്കുന്നത്. ആ കാണുന്ന വീട്. ഓഹോ, അപ്പൊ അവിടെ നിന്നും പോകുന്നത് ഇവിടേക്കായിരുന്നു? അതെ സർ. സാറെപ്പോ വന്നു? ഞാനിവിടെ വന്നിട്ട് 2-3 ദിവസമായി. മോനെ ഞാൻ കണ്ടിരുന്നു, പക്ഷേ അവനെന്നെ മനസ്സിലായില്ല. അവൻ അറിയുമെന്ന് തോന്നുന്നില്ല. സാർ, എന്റെ മകളുടെ കല്യാണമാണ് ആള്. ഇവിടെ അടുത്തന്നെ ചെറുക്കൻ. മൂത്തവന്റേതാണോ? അല്ല സാർ, ഇളയവളുടെയാ. അപ്പോ മൂത്തവളെ നേരത്തെ അയച്ചു? അവളിപ്പോഴും അല്ല. സാറിനെന്നെ അറിയാമല്ലോ. ആ, സാരമില്ല. ദൈവമെല്ലാം കാണുന്നുണ്ട്. നല്ലതേ വരുത്തൂ. ശരി, ഞാൻ വരട്ടെ സാർ. കുട്ടി ഗൗരിയമ്മയുടെ മോളല്ലേ? അതെ, എന്നെ അറിയുമോ? അറിയും. ഞാൻ അമ്പലത്തിൽ പോയതാ. പോട്ടെ സാർ. ഇതെന്തൊരു വീട് ഇത്? ഇവിടെ വലിയൊരു ബംഗ്ലാവ് വേണം. ഇത് എന്തൊരു വേഷം? ഇതൊരു സിനിമ ഉണ്ടല്ലേ? ഉണ്ടോ? ഏത് സിനിമ? മഹാഭാരത യുദ്ധം. ഇംഗ്ലീഷ് സിനിമ ഉണ്ടല്ലേ? ഇംഗ്ലീഷ് സിനിമയല്ലേ കാണേണ്ട സിനിമ? അതൊക്കെ ഒന്ന് കാണേണ്ടത്. ഈ ഒരു കാര്യം ചെയ്യും. തൽക്കാലോ അല്ല, ഇത് പോയിട്ട് ഇട്ടിട്ട് വാ. ചെല്ല് ചെല്ല്. ഇത് മാറ്റി.
ചേട്ടാ ഉം. ഉം. പാല്. പാലോ? ഇപ്പോഴോ? ഉം. ഉം.